അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കോൺഫ്ലിക്റ്റുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടുള്ളത് അല്ലെ. സ്റ്റേറ്റും സെൻട്രും തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ, പല രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവാം. എന്താണ് ഗവർണർ, അതുപോലെ IAS IPS അതുപോലെയുള്ള ഓഫീസേഴ്സ് ഒക്കെ സെൻട്രലിൻ്റെ ആയതുകൊണ്ട് സ്റ്റേറ്റിൻ്റെ കാര്യങ്ങൾ എല്ലാ തവണയും നല്ല പ്രോപ്പറായിട്ട് നടക്കണം എന്നില്ല. ഓക്കെ, അടുത്തതിന് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആണ് പറയാനുള്ളത്. ഓക്കെ, കോൺഫ്ലിക്ട്സ് ഇൻ ഇന്ത്യാസ് ഫെഡറൽ സിസ്റ്റം, അതിൻ്റെ സബ്ബായിട്ടാണ് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് വരുന്നത്. So we saw that the great powers of our constitution confers on the central government and the extent of control enjoyed by the center over the state governments. Even though the constitution gives a due recognition to the identifier of states, it has vested the center with a great power and control. It is quite natural that the states will demand more freedom and autonomy in the governing the people. States are seen to make demands for the more freedom of legislation and execution. As a result, we find a lot of tension and disputes arising between the state and the center, or between different states themselves. This becomes all over glaring when the two governments in power at the center and state, they are led to different political parties. Often these disputes are reached into court and they are solved by the judiciary. When disputes are based on different political ideologies, only way out through negotiations. Okay, ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 1947-50 കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആകെ ഒരു പാർട്ടി ഉണ്ടായിരുന്നുള്ളൂ, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നെഹ്റുവും അതുപോലെ ഗാന്ധിജിയും ഒക്കെയുള്ള നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നുള്ള ഒരു പാർട്ടി മാത്രമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അതിപ്പോൾ സ്റ്റേറ്റുകളിലായാലും അതുപോലെ സെൻട്രലിലായാലും ഒരു പാർട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലഘട്ടങ്ങളിൽ തർക്കങ്ങൾ കുറവായിരുന്നു, അതായത് ഡിസ്പ്യൂട്ട്സ് കുറവാണ്. കാരണം എന്താ, ഇവിടെയും ആരാണ് കോൺഗ്രസ് ആണ്, അവിടെയും കോൺഗ്രസ് ആണ്. അപ്പൊ ആരും അടിയുണ്ടാക്കാനില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിരുന്നു. വർഷങ്ങൾ കഴിയും തോറും ഒരു 1990 1990s ഒക്കെ ആയപ്പോൾ പുതിയ പാർട്ടികൾ വരാൻ തുടങ്ങി. BJP, ഭാരത് ജനസംഘ് പോലെയുള്ള പാർട്ടികൾ, അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടങ്ങിയ പാർട്ടികളൊക്കെ പുതിയതായിട്ട് ഫോം ചെയ്ത് അവർക്ക് അധികാരം എന്നുള്ള കാര്യത്തിലേക്ക് വന്നു. ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഫസ്റ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ അതും കോൺഗ്രസും തമ്മിൽ എപ്പോഴും യോജിച്ചു പോകണമെന്നില്ല. നമുക്കിപ്പോൾ തന്നെ അറിയാം എത്രത്തോളം പ്രശ്നങ്ങളാണ്. ഓരോ സംസ്ഥാനത്ത് ഓരോ പാർട്ടിയാണ്, സെൻട്രലിലുള്ള പാർട്ടി ഉള്ളിടത്ത് സ്റ്റേറ്റിലും അതേ പാർട്ടിയാണെങ്കിൽ പ്രോബ്ലംസ് കുറവാണ്. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ടാണ്? ഐഡിയോളജീസ് വ്യത്യാസമാണ്, അതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതൊക്കെ വളരെയധികം കൂടുമ്പോൾ എന്താവുന്നു, അത് കോടതിയിൽ പോയിട്ട് സോൾവ് ആവുകയാണ് പതിവ്. ഓക്കെ, അപ്പോൾ എല്ലാ സമയവും ഇത് സോൾവ് ആവണമെങ്കിൽ ശരിക്കും നെഗോഷിയേഷൻ, ചർച്ചകൾ നടന്നാൽ മാത്രമേ ഇത് സോൾവ് ആവുള്ളൂ. ഇനി പറയേണ്ടത് സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് എന്താന്ന് മനസ്സിലായല്ലോ. എപ്പോഴും ഈ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റിലോ കോൺഫ്ലിക്റ്റിന് കാരണം ഇതുപോലെയുള്ള പ്രശ്നങ്ങളാണ്. എന്താണ്, സ്റ്റേറ്റിലൊന്ന് സെൻട്രലിലൊന്ന് ഗവൺമെന്റ് ആവുന്നു, ഐഡിയോളജീസ് വ്യത്യാസമാവുന്നു. അപ്പൊ ഫെഡറലിസത്തിൽ കോൺഫ്ലിക്റ്റിന് വളരെയധികം കാര്യമുണ്ട്. കാരണം എന്താണ്, ഡിഫറെന്റ് പാർട്ടീസ് ഭരിക്കുമ്പോൾ. സ്റ്റേറ്റ് സെൻട്രൽ റിലേഷൻസ് പറയാം. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ഓൺലി ഫ്രെയിംവർക്ക് ഓർ എ സ്കെൽട്ടൺ, but actual political process provide its flesh and blood. Federalism in India is thus influenced by the changing nature of political process. On the basis of the factors affecting the federal process, the study of federalism in India can be divided into 3 phases. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫെഡറലിസത്തെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. കോൺസ്റ്റിറ്റ്യൂഷന് പറയാൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ, അതിനൊരു ജീവനില്ലാത്ത ഒരു പുസ്തകം മാത്രമാണ്, എഴുതി വെച്ചിട്ടുള്ള കാര്യം. അത് ശരിക്കും അതിന് ജീവൻ വെക്കുന്ന എപ്പോഴാണ്? അത് നടപ്പിലാക്കുമ്പോഴാണ് അല്ലേ. ഒരു കാര്യത്തിന് ജീവൻ വെക്കുന്നത് അതിന് ബാറ്ററി കൊടുക്കുന്ന പോലെ നമ്മളത് പ്രവർത്തിക്കുമ്പോഴാണ് അതിനൊരു ആക്ഷൻ വരുന്നത്. അതായത് ഫ്ലഷും ബ്ലഡും എന്ന് പറയുന്നത് ഈ പൊളിറ്റിക്കൽ പ്രോസസ്സാണ്, രാഷ്ട്രീയ രീതികളൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിതിനെ 3 ഫേസസ് ആക്കി പഠിക്കാം. എന്ത്? സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ പഠിക്കാൻ വേണ്ടി ഈ ഫെഡറൽ പ്രോസസ്, ഇന്ത്യയിലെ ഫെഡറലിസത്തിന്റെ പ്രോസസ്സ്, ആ ഒരു രീതി പഠിക്കാൻ വേണ്ടി നമുക്ക് 3 ഘട്ടങ്ങളായിട്ട് അതിനെ തിരിക്കാം. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 1947-നും 67-നും ഇടയിലുള്ള സമയമാണ്. 1947 ആൻഡ് 1967. The first phase runs between 1947 and 1967.
ഏതാണ്ട് 20 വർഷത്തോളമുള്ള കാലം. ആ കാലത്ത് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഫെഡറലിസത്തിന്റെ പ്രോസസ് ആണ് പറയുന്നത് 3 കാലഘട്ടങ്ങളിൽ. അതിൽ ആദ്യത്തെ കാലഘട്ടമാണ് 1947 to 1967. This period of Indian federalism is characterized by the domination of Congress at center and in the states except in Kerala, where communist ministry came to power in 1957 with EMS Namboodiripad as first chief minister. അപ്പൊ ഈ ഒരു കാലഘട്ടത്തെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കോൺഗ്രസ് ഡോമിനേഷൻ നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞേ ഉള്ളൂ, ആ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ 1947-57 കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു, കോൺഗ്രസ് പാർട്ടി ആയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. ഇപ്പൊ കോൺഗ്രസ് പാർട്ടി അത്ര ശക്തി ഇല്ലെങ്കിലും അതൊരു മേജർ പൊളിറ്റിക്കൽ പാർട്ടി ആയിരുന്നു ആ സമയത്ത്. എന്തുകൊണ്ടായിരിക്കാം? കാരണം ഈ സ്വാതന്ത്ര്യ സമരം അല്ലെ, ഇൻഡിപെൻഡൻസിന് വേണ്ടിയുള്ള ഫൈറ്റുകളൊക്കെ നടത്തിയ ആരാണ്? കോൺഗ്രസ് പാർട്ടിയാണ്. കോൺഗ്രസ് പാർട്ടി എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ആ പാർട്ടി ആയിരുന്നു എല്ലാ സംസ്ഥാനങ്ങളിലും, സ്റ്റേറ്റ്സിൽ ഉണ്ടായിരുന്നത്. എക്സെപ്റ്റ് ഇത് കേരള, എക്സെപ്റ്റ് കേരള. വൈ? ഇവിടെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നു. 1957 EMS നമ്പൂതിരിപ്പാട് കമ്മ്യൂണിസ്റ്റ് മിനിസ്ട്രി കേരളത്തിലുണ്ടാക്കി. 1957 ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നു EMS നമ്പൂതിരിപ്പാട്. കേരളത്തിന്റെ ഫസ്റ്റ് ചീഫ് മിനിസ്റ്റർ എന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞു. One reason for the Congress domination was it was the most important organization that led the nation to independence. ഇതായിരുന്നു പ്രധാന കാരണം. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞുള്ളൂ. എന്താണ്? കോൺഗ്രസ് ഡോമിനേഷൻ ആയിരുന്നു 1947-67 കാലഘട്ടങ്ങളിൽ. കാരണം എന്താ? സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നിൽ നിന്ന് നയിച്ച ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനോട് ആളുകൾക്ക് വളരെയധികം വിശ്വാസവും സ്നേഹവും ഉണ്ടായിരുന്നു. ഇപ്പൊ സ്വാതന്ത്ര്യം ഒക്കെ കിട്ടി ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ആ പാർട്ടിയോട് ഉള്ള താല്പര്യം കുറഞ്ഞു വന്നു, സ്വാഭാവികമാണ്. ഫർദർ, ദ കോൺഗ്രസ് വാസ് ലെഡ് ബൈ ദി ചരിസ്മാറ്റിക് ലീഡർ പണ്ഡിറ്റ് നെഹ്റു. മാത്രമല്ല ആ പാർട്ടീനെ അന്ന് നയിച്ചിരുന്നത് നെഹ്റു ആയിരുന്നു. നെഹ്റുവിനെ നമുക്കറിയാം, വളരെ സ്ട്രോങ് ആയി ബോൾഡായി പറയാൻ അറിയുന്ന, അതോടൊപ്പം തന്നെ നല്ലൊരു റൈറ്ററും കൂടിയാണ് നെഹ്റു. അത് നമ്മൾ +1 ഇംഗ്ലീഷിന്റെ തന്നെ ടെക്സ്റ്റിൽ പഠിച്ചാണ് അദ്ദേഹം എങ്ങനെയാണ് ആ സ്വാതന്ത്ര്യ സമരത്തെ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നതൊക്കെ. This phase witnessed the demand for reorganization of states on the linguistic basis that was only serious issue in the context of Indian federalism. ഇത് നിങ്ങൾ +2 എത്തുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എന്നാലും ഈ ഒരു കാലഘട്ടങ്ങളിൽ 1947-67 കാലഘട്ടങ്ങളിൽ ഇന്ത്യ നേരിട്ട വെല്ലുവിളികൾ, ദ ചാലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു യൂണിറ്റ് തന്നെ പഠിക്കും. അതിൽ ഫസ്റ്റ് ഇഷ്യൂ ഇത് പാകിസ്ഥാന്റെ സെപ്പറേറ്റ് ചെയ്യുന്ന പാർട്ടീഷൻ ആയിരുന്നു. രണ്ടാമത്തത് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്ന് ഓരോ സംസ്ഥാനവും ആവശ്യപ്പെട്ടു. അതാണ് ഈ ഫേസിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് ഈ ആന്ധ്ര എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടാവുന്നത്, തമിഴ്നാട് ഉണ്ടാവുന്നത്, തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഇങ്ങനെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്നത് ഈ ഒരു പീരീഡിലാണ്. On account of dominance of the Congress, whatever the differences between the center and the states, they were resolved at personal and party level. അപ്പോൾ എന്നാലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ. കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും ഉള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് പാർട്ടിയുടെ ഉള്ളിൽ തന്നെ ഇന്റേണൽ ആയിട്ട് തന്നെ സോൾവ് ചെയ്യപ്പെട്ടു എന്നാണ് ഈ ഒരു ഫേസിന്റെ പ്രത്യേകത. അപ്പൊ ഈ ഫസ്റ്റ് ഫേസിൽ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? ഒന്ന്, സെൻട്രലും സ്റ്റേറ്റിലും ഒരേ പാർട്ടി ആയിരുന്നു കോൺഗ്രസ് പാർട്ടി. ഈ ഒരു സമയം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടീന്റെ ഒരു ഡോമിനേറ്റിംഗ് ഫേസ് ആയിരുന്നു. മാത്രമല്ല പിന്നെ പറഞ്ഞ എന്താണ്, എ സീരിയസ് ഇഷ്യൂ വാസ് ദി റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്. വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു സംസ്ഥാനങ്ങളുടെ രൂപീകരണം എന്ന് പറയുന്നത്. പിന്നെ ഡോമിനൻസ് ഓഫ് കോൺഗ്രസ് തന്നെ. ഇപ്പോൾ പുറത്തൊന്നും പ്രശ്നങ്ങൾ അറിഞ്ഞിരുന്നില്ല, പാർട്ടിയുടെ ഉള്ളിൽ തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അടുത്ത സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്, ദിസ് ഫേസ് ഇഷ്യൂസ് ദ എക്കണോമിക് ക്രൈസിസ്, അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ ആൻഡ് ലേബർ ഡിസ്പ്യൂട്ട്സ് ഡോമിനേറ്റഡ്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് 1967 തൊട്ട് 77 വരെ 10 ഇയേഴ്സ് ആണ്. ആദ്യത്തെ 20 ഇയേഴ്സ് ആണെങ്കിൽ ഇത് 10 ഇയേഴ്സ് ആണ്. അവിടെ തൊട്ട് എവിടം വരെ? 1967 to 1977. ഓക്കെ. ഈ ഒരു ഫേസിൽ, ഈ ഒരു കാലഘട്ടത്തിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എക്കണോമിക് ക്രൈസിസ് ആണ്.
സാമ്പത്തിക പ്രതിസന്ധി. ഒരുപാട് ഇപ്പോൾ രാജ്യം എന്ന് പറയുന്നത് മുന്നോട്ട് പോകണമെങ്കിൽ പൈസ അത്യാവശ്യമാണ്. അപ്പൊ അത് പൈസ ഒരു രാജ്യത്തില്ലെങ്കിൽ വളരെയധികം പ്രശ്നമാണല്ലോ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ പൈസ ഇല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ തന്നെ ആയിരുന്നു രാജ്യത്തിന്റെ അവസ്ഥ. അതുപോലെ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. കാരണം എന്താണ്, സ്വാതന്ത്ര്യം കിട്ടി എത്ര വർഷം, 30 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും തൊഴിലില്ലായ്മ പ്രശ്നമായിട്ട് വന്നു. അതുപോലെ ലേബർ ഡിസ്പ്യൂട്ട്സ്, തൊഴിലിടങ്ങളിലെ തർക്കങ്ങൾ ഉണ്ടായി. ഇതൊക്കെയായിരുന്നു ഈ ഒരു ഫേസിൽ മുന്നിട്ട് നിന്നത്. ആദ്യത്തേൽ കോൺഗ്രസ് ആണെങ്കിൽ ഇവിടെ issues like economic crisis and unemployment, etc. This was partly due to 1962 war with China and 1965 war with Pakistan, and partly due to the failure of 5-year plans. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പഞ്ചവത്സര പദ്ധതികൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ടോ? 5-year പ്ലാൻസ്. ഇന്ത്യ 5 വർഷം കൂടുമ്പോൾ ഓരോ പ്ലാൻ ഉണ്ടാക്കും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഒരു ഫെയിലിയർ കാരണമായിരിക്കാം ഈ അൺഎംപ്ലോയ്മെന്റും എക്കണോമിക് ക്രൈസിസ് ഉണ്ടായത് എന്ന് പറയുന്നു. അറ്റ് ദ സെയിം ടൈം വേറെ റീസൺസ് പറയുന്നത് 1962 1962 ഇന്ത്യ ചൈനയായിട്ട് യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ +2 പഠിക്കും. അതുപോലെ 1965 പാകിസ്ഥാനുമായിട്ടും പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കാർഗിൽ വാർ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ, കേട്ടിട്ടില്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ചൈനയായിട്ട് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നങ്ങളല്ല, മുമ്പ് തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇഷ്യൂസ് ഒക്കെ എന്തായി, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ ഒരുപാട് ബാധിച്ചു. ഏത് സെക്കൻഡ് ഫേസിൽ. ഓക്കെ, ദിസ് ഫേസ് ഓൾസോ വിറ്റ്നസ് ദ ഇൻക്രീസിംഗ് പ്രസൻസ് ഓഫ് റീജിയണൽ പാർട്ടീസ് ഇൻ ദ സ്റ്റേറ്റ്സ്. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെയാണ് റീജിയണൽ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, സംസ്ഥാനങ്ങളിൽ ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റിൽ തന്നെ പുതിയൊരു പാർട്ടി ഉണ്ടാവും. മനസ്സിലായല്ലോ? പുതിയ പുതിയ പാർട്ടികൾ വരാൻ തുടങ്ങുന്നു. രാഷ്ട്രീയ പാർട്ടികൾ പുതിയതായിട്ട് ഈ ഒരു കാലഘട്ടത്തിലാണ് വരാൻ തുടങ്ങിയത്. സെക്കൻഡ് ഫേസിലാണ്. അത്രയും കാലം കോൺഗ്രസ് മാത്രമായിരുന്നു. പിന്നീട് എന്തായി, പലതരത്തിലുള്ള ഇപ്പോ എന്താണ് ADMK എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? തമിഴ്നാട്ടിലുള്ള പാർട്ടിയാണ്. അതുപോലെ JDS തുടങ്ങിയ ഒരുപാട് പാർട്ടികൾ ഫോം ആവാൻ തുടങ്ങി. Best example of this was the failure of Congress in 9 states in 1967 election to the state legislatures. അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റീജിയണൽ പാർട്ടീസ് സക്സസ് ആണ്, ഇല്ലെങ്കിൽ അവര് വരുന്നുണ്ട് എന്ന് കാണിച്ച ഒരു ഇലക്ഷൻ ആയിരുന്നു 1967 നടന്ന സംസ്ഥാന ഇലക്ഷൻ, അല്ലെ? നിയമസഭയിലേക്ക് നടക്കുന്ന ഇലക്ഷൻ, ലെജിസ്ലേച്ചറിലേക്ക് നടക്കുന്ന ഇലക്ഷൻ, അതായത് അസംബ്ലി ഇലക്ഷൻ എന്ന് പറയും. അപ്പോൾ പല സ്റ്റേറ്റുകളിലും നടന്നു. അതിൽ 9 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് പാർട്ടി തോറ്റു. അപ്പൊ ഇതെന്തിന് തെളിവാണ്? പുതിയ പാർട്ടി വരുന്നതിന്റെ തെളിവാണ്. This phase also witnessed the growth of regional political parties and increasing tendency towards centralization. The Congress tried to strengthen its position against newly emerging regional politics and culminated in the declaration of internal emergency in 1975. All these developments lead to the growth of tensions between center and the states. അപ്പോൾ ഈ ഒരു പീരിയഡിലാണ് 1967-77 ഇന്റേണൽ എമർജൻസി, അടിയന്തരാവസ്ഥ എന്ന് കേട്ടിട്ടുണ്ടോ? അത് പ്രഖ്യാപിക്കുന്നത്. അതിനൊരു കാരണമായിട്ട് പറയുന്നത് ഇങ്ങനെ പല പാർട്ടികൾ ഉണ്ടാവുന്നതിനെ കുറിച്ചാണ്. അതായത് സെൻട്രൽ ഗവൺമെന്റിനോട് ആർക്കും താല്പര്യമില്ല, അതായത് കോൺഗ്രസ് പാർട്ടി ഭരിക്കുന്നതിനോട് ആർക്കും താല്പര്യമില്ലാതെയായി. അതിനെ നേരിടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പാർട്ടികൾ ഉയർന്നു വന്നു. അത് തടയാൻ വേണ്ടിയിട്ടാണ് ഇന്റേണൽ എമർജൻസി കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് സെക്കൻഡ് ഫേസിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇഷ്യൂസ് ലൈക്ക് എക്കണോമിക് ക്രൈസിസ്, അൺഎംപ്ലോയ്മെന്റ്, ലേബർ ഡിസ്പ്യൂട്ട്സ് ആർ ഡോമിനേറ്റഡ്. ഇതൊക്കെയാണ് മുന്നിട്ട് നിന്നത്. പിന്നെ പറഞ്ഞത് പ്രസൻസ് ഓഫ് റീജിയണൽ പാർട്ടീസ് ഫോം ചെയ്തു. മാത്രമല്ല ചൈന, അതുപോലെ പാകിസ്ഥാൻ വാർ, ഓക്കെ, ഇന്ത്യ ചൈന, അതുപോലെ ഇന്ത്യ പാകിസ്ഥാൻ വാർ ഇൻ 1962 ആൻഡ് 1965 വാറുകൾ, പിന്നെ ഫെയിലിയർ ഓഫ് 5-year പ്ലാൻസ്, അതുപോലെ ഫെയിലിയർ ഓഫ് കോൺഗ്രസ് പാർട്ടി ഇൻ 9 states in the election of 1967. ഓക്കെ, അടുത്ത തേർഡ് ഫേസ് ഓഫ് ഇന്ത്യൻ ഫെഡറലിസം began from 1977 when the Congress party was defeated for the first time in the center. 1977 അടുത്ത ഇത് വരുന്നത്, തേർഡ് ഫേസ് വരുന്നത് 1977 തൊട്ടാണ്. ഇത് തുടങ്ങുന്നതെന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടീനെ സെൻട്രൽ ഗവൺമെന്റിൽ തോക്കുമ്പോഴാണ്. മനസ്സിലായല്ലോ?
ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടി തോക്കുന്നു. അത്രയും കാലം 10, 30, 40 വർഷത്തോളം ഭരിച്ച പാർട്ടി തോൽക്കുന്നു. കേന്ദ്രത്തിൽ സെൻട്രൽ ഗവൺമെന്റിൽ തോക്കുന്നു. അതോടുകൂടി ഈ തേർഡ് ഫേസ് സ്റ്റാർട്ട് ആവുന്നു. The Janata Party came to power at the center, which was combination of many groups and regional parties. ജനതാ പാർട്ടി എന്നുള്ള ഒരു പുതിയ പാർട്ടി അധികാരത്തിൽ വരികയാണ്. എവിടെ? സെൻട്രലില്. ആ പാർട്ടി എന്ന് പറയുന്നത് പലതരത്തിലുള്ള കക്ഷികൾ ചേർന്നിട്ടാണ്. മനസ്സിലായല്ലോ? ഇപ്പോ ഇപ്പോഴത്തെ കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമാണോ? അല്ല, അവരുടെ കൂടെ വേറെ കുറെ സബ് ഉണ്ട് അല്ലെ? കേരള കോൺഗ്രസ്, അതുപോലെ എന്താണ് RJD, ഇങ്ങനെ ഒരുപാട് പാർട്ടികളൊക്കെ ചേർന്നിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് പാർട്ടിയാണ് ജനതാദൾ. കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നു. which was a combination of many groups and regional parties. It was, however, short-lived and replaced by the Congress in 1980. പക്ഷേ ഇതൊരു സക്സസ്ഫുൾ ഗവൺമെന്റ് ആയിരുന്നില്ല. 1980 ആയപ്പോൾ തന്നെ ഈ ഗവൺമെന്റ് പിരിച്ചുവിട്ടു. അതായത് ചെറിയൊരു കാലഘട്ടം മാത്രമേ ഇവർ ഭരിച്ചുള്ളൂ. വീണ്ടും കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വന്നു. This phase has had experienced a variety of regional movements in Punjab, Assam, Andhra Pradesh and Karnataka. ഈ ഒരു തേർഡ് ഫേസിൽ തന്നെയാണ് റീജിയണൽ മൂവ്മെന്റ്സ് ഉണ്ടായത്. എന്താണ്, ഓരോ ഭാഗത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എസ്പെഷ്യലി പഞ്ചാബ്, ആസാം, ആന്ധ്രാപ്രദേശ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ. They were looking for a change in the balance of power between center and the state. The Congress government at center tried to settle the center state tensions. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. എന്തിനാണ്? ഈ സെൻട്രൽ സ്റ്റേറ്റ് കോൺഫ്ലിക്റ്റുകൾ കുറക്കാൻ വേണ്ടി. അങ്ങനെയാണ് സർക്കാരിയ കമ്മീഷൻ ഫോം ചെയ്യുന്നത്. സർക്കാരിയ കമ്മീഷൻ ഓർത്തു വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു സോൾവ് ദി ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ്. ഓക്കെ. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻ്റെ നേരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സർക്കാരിയ കമ്മീഷൻ ഫോം ആയത്. സർക്കാരിയ കമ്മീഷൻ ഓർത്തു വെക്കണേ. സർക്കാരിയ കമ്മീഷന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു എക്സാമിൻ ദ എൻറ്റയർ റേഞ്ച് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റിലേഷൻസ് ആൻഡ് ടു റെക്കമെൻഡ് ചേഞ്ചസ് ആസ് മേ ബി നെസസറി വിത്തിൻ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. ഇത്ര എഴുതി വെക്കണം. The 1989 election once again brought about a change at center. National Front government came to the power under the Prime Minister of VP Singh. അങ്ങനെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. സർക്കാർ കമ്മീഷനൊക്കെ ഫോം ചെയ്തു. അങ്ങനെ 1989 1989 നാഷണൽ ഫ്രണ്ട് ഗവൺമെന്റ് എന്നുള്ള ഒരു കൊളിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പലതും മിക്സ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് വന്നു. അതിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു VP സിംഗ്. അപ്പൊ ആദ്യത്തെ കോൺഗ്രസ്കാരനല്ലാത്ത പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ VP സിംഗ് ആണ്. In 1991 election, the Congress again came to power under the Prime Minister of PV Narasimha Rao. അപ്പോൾ കോൺഗ്രസ് പാർട്ടി ഒരു തവണ പോയി. ആര് വന്നു? VP സിംഗ് വന്നു 1989. വീണ്ടും അടുത്ത ഇലക്ഷൻ വന്നു 1991. അതിൽ വീണ്ടും കോൺഗ്രസ് വന്നു. അതിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു PV നരസിംഹ റാവു. ഓക്കെ. 1996 elections, the political situation in India has changed to an unstable multi-party system. 1996 ആയപ്പോഴത്തേക്കും ഒരു സ്റ്റേബിൾ അല്ലാത്ത, ഒരു സ്ഥിരമില്ലാത്ത, ഒരുപാട് പാർട്ടിയുള്ള ഒരു സിസ്റ്റം ആയിട്ട് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ആ ഒരു ഏരിയ മാറി. Even 11th Lok Sabha election held in April-May 1996 produced a hunch parliament. ഒരു തൂക്ക് നിയമസഭ എന്ന് പറയുന്ന രീതിയിലൊക്കെ മാറി 1996. ശ്രീ AB വാജ്പേയി formed the government in May 16, 1996 but resigned on May 28 after being in office for 13 days. അപ്പോൾ ചെറിയൊരു കാലയളവിന് ആര് മന്ത്രിയായി, പ്രൈം മിനിസ്റ്ററായി? നമ്മുടെ AB വാജ്പേയി പ്രൈം മിനിസ്റ്ററായി. 13 ദിവസത്തേക്കാണ് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയത്. മെയ് 16, 1996 ഇവിടെ പോകുന്നത്, ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്, കേന്ദ്രത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ 13 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന് റിസൈൻ ചെയ്യേണ്ടി വന്നു, രാജിവെക്കേണ്ടതായിട്ട് വന്നു. അവിശ്വാസമൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. അവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നോ കോൺഫിഡൻസ് മോഷൻ. അതുപോലെ ഇപ്പൊ ലോക്സഭയിൽ പോയി കഴിഞ്ഞാൽ, തൂക്കുസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിടത്തും ഭൂരിപക്ഷം ഇല്ല. വേണമെങ്കിൽ ഒരു ഗവൺമെന്റിന് എന്താവാം, അവിടെ ഭരിക്കാം.
പക്ഷെ അത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ റിസൈൻ ചെയ്ത് പോകണം. അങ്ങനെ 13 ദിവസത്തെ ഭരണത്തിന് ശേഷം AB വാജ്പേയി രാജിവെച്ചു. On June 1, 1996, Sri Devagowda became Prime Minister of India, heading a coalition with 13 parties with the Congress support from outside. അപ്പോൾ പുറത്തു നിന്നും കോൺഗ്രസ് സപ്പോർട്ടോടുകൂടി 13 പാർട്ടികളുടെ കൊളീഷനിൽ 13 പാർട്ടികൾ ചേർന്നിട്ടുള്ള ഒരു ഗവൺമെന്റ് 1996 ജൂൺ 1 കേന്ദ്രത്തിൽ ഭരണത്തിൽ വന്നു. അതിന്റെ നേതാവായിരുന്നു, ഇല്ലെങ്കിൽ അതിലെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ശ്രീ ദേവഗൌഡ. അപ്പൊ 13 ദിവസത്തേക്ക് അതേ കാലഘട്ടങ്ങളിൽ മെയിൽ വന്നതാണ് AB വാജ്പേയി. അതിനുശേഷം ദേവഗൌഡ വന്നു. The decision of Congress on 30th March 1997 to withdraw support to Devagowda government led to the fall of the government. അങ്ങനെ ഇരിക്കെ 1997 ഒരു വർഷം കഴിഞ്ഞിട്ട് മാർച്ചിൽ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് പുറത്തുനിന്ന് സപ്പോർട്ട് കൊടുക്കായിരുന്നു. അവരാ പിന്തുണ പിൻവലിച്ചു. മനസ്സിലായല്ലോ? ദേ വിഡ്രോ ദർ സപ്പോർട്ട്. അപ്പൊ എന്താ, ഈ ഗവൺമെന്റ് വീണ്ടും തകർന്നു. On 21st April 1997, new United Front government headed by Sri I.K. Gujral assumed office. അങ്ങനെ I.K. ഗുജ്റാൾ എന്നുള്ള വ്യക്തി 21 ഏപ്രിൽ 1997 ഭരണത്തിൽ വരികയാണ്. ന്യൂ യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടനയല്ല, കൊളീഷനുമായിട്ട്. ആഫ്റ്റർ ദ എലക്ഷൻ ടു ദ 12th ലോക്സഭ 19 മാർച്ച് 1998, AB വാജ്പേയി അസ്യൂംഡ് ഓഫീസ് ആസ് ദ പ്രൈം മിനിസ്റ്റർ. അങ്ങനെ 13 ദിവസത്തേക്ക് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന AB വാജ്പേയി വീണ്ടും 12ാമത് ഇലക്ഷൻ നടന്നു. അപ്പൊ 11ാമത്തെയാണ് ഇത്രയും പ്രൈം മിനിസ്റ്റർമാർ മാറിക്കളിച്ച്. 12ാമത്തേലായപ്പോൾ മാർച്ച് 19, 1998 ആയപ്പോഴത്തേക്കും AB വാജ്പേയി വീണ്ടും ഭരണത്തിലെത്തി. ഓക്കെ. As a result of passing no confidence motion introduced by the opposition, the government resigned in 1999. പക്ഷെ എന്തുകൊണ്ടോ AB വാജ്പേയിന്റെ നല്ല കാലം അല്ല എന്ന് പറയാം. വീണ്ടും അദ്ദേഹത്തിന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവിശ്വാസ പ്രമേയം, നോൺ കോൺഫിഡൻസ് മോഷൻ വന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്തു, റിസൈൻ ചെയ്യേണ്ടത് വന്നു. 1999 വീണ്ടും റിസൈൻ ചെയ്തു. അങ്ങനെ 13th ലോക്സഭ ഇലക്ഷൻ നടന്നു 1999. അപ്പൊ ഒരു പാർട്ടി പോയി കഴിഞ്ഞാൽ വീണ്ടും ഇലക്ഷൻ നടത്തണമല്ലോ. അങ്ങനെ 1999 വീണ്ടും ഇലക്ഷൻ നടത്തി. നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് NDA എന്നുള്ള ഒരു അലയൻസ് ഉണ്ടാക്കി. NDA ഇപ്പോഴും ഭരണത്തിൽ NDA ആണ് 2021. അപ്പോൾ ആ ഒരു അലയൻസ് ഉണ്ടാക്കി. അതിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അടൽ ബിഹാരി വാജ്പേയി. അതായത് AB വാജ്പേയി തന്നെ വീണ്ടും പ്രൈം മിനിസ്റ്ററായി. അതാണ് 3ാമത്തെ പ്രാവശ്യം അദ്ദേഹം പ്രൈം മിനിസ്റ്ററായി. ആദ്യം 13 ദിവസമാണെങ്കിൽ പിന്നെ ഒരു വർഷത്തായി. ഇപ്പോൾ NDA എന്നുള്ള അലയൻസിൽ വന്നു. എലക്ഷൻ ടു 14th ലോക്സഭ ഹെൽഡ് ഇൻ ഏപ്രിൽ മെയ് 2004. അങ്ങനെ വീണ്ടും 2004 എലക്ഷൻ നടന്നു. അടൽ ബിഹാരി വാജ്പേയിന്റെ കാലഘട്ടം കഴിഞ്ഞ് വീണ്ടും ഇലക്ഷൻ വന്നു 2004. അതിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആവുന്നത്. കോൺഗ്രസ് പാർട്ടി വീണ്ടും അധികാരത്തിൽ വന്നു. അതിന്റെ ലീഡർ ആയിരുന്നു മൻമോഹൻ സിംഗ്. ഓക്കെ, പ്രൈം മിനിസ്റ്റർ ആയിരുന്നു മൻമോഹൻ സിംഗ്. അപ്പോൾ അവരുടെ അലയൻസ് എന്ന് പറയുന്നത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ആണ്. UPA ഗവൺമെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ ഫുൾ ഫോം ആണ് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്. ആ ഫുൾ ഫോം ഓർത്തിരിക്കണം. NDA എന്താണ്, നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്. അതുപോലെ UPA യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ്. ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാം. അതിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ്. 1980 തൊട്ട് ദ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇൻ ഇന്ത്യ അണ്ടർവെന്റ് ക്വാളിറ്റേറ്റീവ് ചേഞ്ച്. അങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഈ ഒരു കാലഘട്ടങ്ങളിലുണ്ടായി. ഇൻ അനദർ ഹാൻഡ് സം പവർഫുൾ റീജിയണൽ പാർട്ടീസ് ലൈക്ക് DMK കെയിം ടു ദ പവർ ഓഫ് തമിഴ്നാടു. അപ്പൊ ഈ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന കുറച്ച് റീജിയണൽ പാർട്ടീസിലൊന്നാണ് DMK, തമിഴ്നാട്ടിലുള്ള DMK. ഇൻ കേരള CPIM, അതുപോലെ മറ്റു പല പാർട്ടികളും ഈ ഒരു കാലഘട്ടത്തിലുണ്ടായി. അപ്പൊ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അടുത്ത നമുക്ക് ഡിമാൻഡ്സ് ഫോർ ഓട്ടോണമി, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.